കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഈ ജില്ലയിലെ കൃഷിക്കാരനെ ആശങ്കയിലാക്കി അവന്റെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 6 മാസക്കാലമായി ഈ രാജ്യത്തെ പ്രക്ഷോഭമല്ലേ, സമരമല്ലേ? നമ്മുടെ കേരളത്തിൽ നിന്നും 20 MP-മാരിൽ 16 പേര് UDF-കാരല്ലേ? ആ 16 പേരിൽ 8 പേര് കേന്ദ്രത്തിൽ മന്ത്രിമാരല്ലേ? 2 പേര് ഫുൾ മന്ത്രിയും 6 പേര് പൈന്റ് മന്ത്രിയും. ഒരു ഫുള്ളാര AK ആന്റണി, മറ്റൊരു ഫുള്ളാര വയലാർ രവി, പിന്നെ പൈന്റ് ഒത്തിരി ഉണ്ട്. നമ്മൾ അറിയേണ്ടത് ഒത്തിരി പൈൻ്റുണ്ട്. സരിതയുടെ പുറകെ നടന്ന പൈൻ്റുണ്ട്, സുനന്ദ പുഷ്കരനെ കൊന്നുകളഞ്ഞു എന്ന ആക്ഷേപമുള്ള പൈൻ്റുണ്ട്. എന്നെ വന്നാലും ഞാൻ ഇനി മത്സരിച്ച് എന്റെ ജീവിതം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു വഴികുത്തി നടക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു പൈന്റ് മന്ത്രിയുണ്ട്. അങ്ങനെ മന്ത്രിമാർ ഒത്തിരി. 6 കൊണ്ട് 8 മന്ത്രിമാര് കേന്ദ്രത്തിലിരിക്കുമ്പോഴാണ് ഈ കേരളത്തിലെ ഈ വിഷയങ്ങളിൽ ഇടപെടാതെ ഇരുന്നിട്ട് മത്സരിക്കുന്നു പോലുമില്ലാത്ത AK ആന്റണി അടക്കമുള്ള ആളുകൾ ഇടുക്കി ജില്ലയിൽ വന്നിട്ട് പറയുക ഞങ്ങൾ കൃഷിക്കാരന്റെ കൂടെയാ. ഉർവശി സിനിമയിൽ പറയുന്നത് പോലെ നടത്തിത്തരാം, ശരിയാക്കി തരാം, ശരിപ്പെടുത്തി തരാം. ആരെ? നമ്മുടെ ജില്ലയിലെ കൃഷിക്കാര്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനും അതിന്റെ ലീഗൽ അഡ്വൈസറുമായിരുന്ന അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജില്ലയിലെ കൃഷിക്കാരോടൊപ്പം